നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PC ജോർജിന് തുല്യം PC ജോർജ് മാത്രം. ഇക്കഴിഞ്ഞ ദിവസം PC ജോർജ് നടത്തിയ ഒരു പ്രസംഗം അത് കേരളത്തെ ഇളക്കിമറിക്കുകയാണ്. മതവിദ്വേഷ പ്രസംഗം എന്ന പേരിൽ DGPക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരാതി വന്നു കഴിഞ്ഞു. മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടുവെന്നാണ് PC ജോർജ് തുറന്നടിച്ചത്. ഇതിൽ 41 പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നായിരുന്നു PC ജോർജിൻ്റെ പ്രസംഗം. മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നില്ല, അവരെ 18 വയസ്സാകുന്നതോടെ കെട്ടിക്കും. എന്തെങ്കിലും ജോലി പെൺകുട്ടിക്കുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ 28 വയസ്സായാലും അവരെ കെട്ടിച്ചു വിടില്ല. അവരിൽ നിന്ന് പരമാവധി ശമ്പളം ഊറ്റുകയാണ് ഓരോ കുടുംബങ്ങളുടെയും ലക്ഷ്യം. മദ്യം, മയക്കുമരുന്ന് എന്നിവയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പ്രശ്നം അതുമാത്രമാണോ? ഈരാറ്റുപേട്ടയിലെ നടക്കൽ എന്ന സ്ഥലത്ത് കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. മുൻപ് കുറവിലങ്ങാട് പള്ളിയിൽ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തു കോലാഹലങ്ങളായിരുന്നു. ആയിരങ്ങളാണ് അരമനയെ ആക്രമിക്കാനായി എത്തിയത്. അന്ന് പ്രതിരോധ നിരയിൽ മുന്നിൽ ഞാനുണ്ടായിരുന്നു. PC ജോർജിൻ്റെ ഈ വിവാദ പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ ഈരാറ്റുപേട്ടയിൽ ചില പ്രതിഷേധ സമരങ്ങൾക്ക് SDPI ആലോചന നടത്തി. എന്നാൽ കെണി മനസ്സിലാക്കി SDPI പിൻവാങ്ങുകയായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായി SDPIക്ക് പിന്നാലെ പായുന്ന സമയമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തലുകളെ തുടർന്ന് NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്താൻ തയ്യാറെടുപ്പ് നടത്തുന്ന അതേ അവസരത്തിൽ തന്നെയാണ് PC ജോർജിൻ്റെ ഈ വെടിക്കെട്ട്. SDPIയെ പ്രകോപിപ്പിച്ച് കളത്തിലിറക്കുകയാണോ PC ജോർജിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമല്ല. നേരത്തെ ഒരു ചാനലിൽ നടത്തിയ പരാമർശത്തെ തുടർന്ന് PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI ഈരാറ്റുപേട്ടയിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അതിന് പിന്നാലെ നമ്മൾ കേട്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിമാനത്താവളത്തിൽ വച്ച് SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത വിവരമാണ്. MK ഫൈസിക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചില്ല എന്നു മാത്രമല്ല, റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നു. PC ജോർജിൻ്റെ ഈ വിവാദ പരാമർശങ്ങൾക്ക് പിന്നിൽ ചില പ്രത്യേകതകളുണ്ട്. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തെ തുടർന്ന് കോടതി കർശന ഉപാധികളോടെയായിരുന്നു PCക്ക് ജാമ്യം അനുവദിച്ചത്. അന്ന് പോലീസ് മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് PC ജോർജിനെതിരെ എടുത്തിരുന്നത്. വാവിട്ട വാക്കിൽ PC ജോർജ് കുടുങ്ങുമെന്ന് അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ശക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഹൈക്കോടതി PC ജോർജിനെ എടുത്തു കുടഞ്ഞുവെങ്കിലും കാര്യമായി പരിക്കില്ലാതെ PC ജോർജ് പുറത്തിറങ്ങി. PC ജോർജിനെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങളും അറസ്റ്റുമൊന്നും പുത്തരിയല്ല. മുൻപ് ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ PCയുടെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ സർക്കാർ എന്ന കേസെടുത്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ PC വേട്ട. ജാമ്യത്തിലിറങ്ങിയ PC ജോർജിനോട് അടങ്ങിയിരിക്കണമെന്ന് അന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ജനം TVയിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് PC ജോർജിനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നതും പിന്നീട് പരാതികൾ പോലീസിന് മുന്നിലെത്തിയതും. തുടർന്ന് മതവിദ്വേഷ പരാമർശത്തിൻ്റെ പേരിൽ PC ജോർജിനെതിരെ കേസെടുത്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് PC ജോർജ് ചർച്ചയിൽ പറഞ്ഞു. വിവാദം കത്തിയാളിയതിന് തൊട്ടുപിന്നാലെ തനിക്ക് ചില നാക്കുപിഴകൾ സംഭവിച്ചുവെന്നും എല്ലാ മുസ്ലിമുകളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നും ഭീകരരും തീവ്രവാദികളും പാകിസ്ഥാനിലേക്ക് കടക്കട്ടെ എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നുമൊക്കെ PC ജോർജ് വിശദീകരിച്ചിരുന്നു. വംശീയ പ്രസ്താവനകൾ നിരന്തരം ആവർത്തിച്ച് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന PC ജോർജിനെതിരെ കേസെടുക്കണമെന്നും നിലവിലുള്ള ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇപ്പോൾ ഫ്രട്ടേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് DGPക്ക് പരാതി നൽകി. രാഷ്ട്രീയമായി ഏറെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ PC ജോർജിൻ്റെ ഇത്തരം തുടർ പരാമർശങ്ങൾ. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കാസ എന്ന സംഘടന അടുത്ത കാലത്ത് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ നീക്കം PC ജോർജിൻ്റെ ഇടപെടലുകളെ തുടർന്നാണ് എന്ന് വ്യക്തം. ഇതെങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നത്? 14 വയസ്സുള്ള പെൺകുഞ്ഞും 41 വയസ്സുള്ള തൈക്കളവനും ആത്മഹത്യ ചെയ്തു. മരത്തിൽ തൂങ്ങി നിൽപ്പുണ്ട്. ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ PC ജോർജ് പറഞ്ഞു. പിതാവ് മുൻപ് പള്ളിയിൽ പ്രസംഗിച്ചു, നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ. അന്ന് കേരളം മുഴുവൻ കത്തിക്കുകയായിരുന്നല്ലോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് ആയിരങ്ങളാണ് അരമനയെ ആക്രമിക്കാൻ വന്നത്. വളരെ അപകടകരമായ രീതിയിൽ ഇപ്പോൾ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു കാര്യം ചെയ്യാം, ഇത് സ്കൂളിലൊന്നും മാറ്റാൻ കഴിയില്ല. എത്ര സ്കൂളുകൾ നല്ലവണ്ണം നടക്കുന്നു,
കുടുംബത്തിലേക്ക് പോവുക, സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായും ചൊല്ലണം, അതിന് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചു നിൽക്കണം, അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അങ്ങനെ മദ്യം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. മുസ്ലിം പെണ്ണുങ്ങൾ പിഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം, 18 തികയുമ്പോഴേ കെട്ടിക്കുകയാണ്. 25 വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെണ്ണുങ്ങളെ കാണുമ്പോൾ സന്തോഷം, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണുമ്പോഴും സന്തോഷം തോന്നില്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യമാണ്. ഇതിനിടയിൽ തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി BJP നേതാവിനെതിരെ പരാതി നൽകി. കേരളത്തിൽ ഒരു കേസ് പോലും ലവ് ജിഹാദിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിരിക്കെ തെറ്റായ പ്രചരണമാണ് PC ജോർജ് നടത്തുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായ നീക്കം SDP-ക്കെതിരെ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് PC ജോർജിൻ്റെ കടന്നാക്രമണം. ഇതിനു പിന്നിൽ ചില പദ്ധതികളുണ്ടോ എന്ന് SDP-യെ സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെ. ഈരാറ്റുപേട്ടയിലേക്ക് കേന്ദ്രസേനയെ അയക്കണമെന്ന് മുൻപ് PC ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മറ്റു ചില കണക്കുകൂട്ടലുകളും ലക്ഷ്യങ്ങളുമൊക്കെ PC-ക്കുണ്ട്. ഭയം അത് PC ജോർജിൻ്റെ നിഘണ്ടുവിലില്ല എന്നൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന തലത്തിലാണ് ഇപ്പോഴത്തെ ഈ പരാമർശങ്ങൾ. ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലാണ് PC ജോർജിൻ്റെ ഈ തീവാർന്ന വാക്കുകൾ. PC ജോർജിനെതിരെ കേസെടുക്കുമോ കേരള പോലീസ്? അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അഥവാ കേസെടുത്താൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് PC ജോർജിന് അവകാശമില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് സ്വസമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഉപദേശിക്കാൻ PC ജോർജിനെ തടയിടുന്നത്? അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന സമൂഹ മാധ്യമ കുറിപ്പുകൾ ഇപ്പോൾ വൈറലാകുന്നു. കേരളത്തിൽ മാത്രമല്ല, ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന മധ്യ തിരുവിതാംകൂറിലെ പെൺകുട്ടികളുടെ കാര്യവും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരാമർശിക്കുന്നു. ഇന്നലെ കാസ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. അതിങ്ങനെ: ലവ് ജിഹാദിൽ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ലവ് ജിഹാദ് എന്നതൊരു ക്രൈമായി ഇന്ത്യൻ പീനൽ കോഡിലോ ഭാരത് ന്യായ സംഹിതയിലോ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഇനിയും ബെന്നി ബെഹനാൻമാർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ ലവ് ജിഹാദിൻ്റെ പേരിൽ കേസില്ല എന്ന ഉത്തരം മാത്രമേ കിട്ടൂ. അതേതെങ്കിലും ഒരു സംഘടനയുടെ മുദ്രാവാക്യമോ അല്ലെങ്കിൽ ബോർഡും വെച്ച് ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയോ അല്ല. അതൊരു പ്രവൃത്തിയാണ്, അതൊരു ജിഹാദാണ്. ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം DGP നിരോധിക്കാൻ ആവശ്യപ്പെടുകയും സർക്കാർ അത് സംബന്ധിച്ച് പഠിക്കാനായി 2021 3-അംഗ സമിതിയെ ഏൽപ്പിച്ചിരിക്കുന്ന ബുക്ക് ഓഫ് ജിഹാദിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലവ് ജിഹാദ് വിഷയം വീണ്ടും ആളിക്കത്തിക്കുക തന്നെയാണ് PC ജോർജിൻ്റെയും കാസയുടെയും ഒക്കെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.